ഇപ്പോൾ കോഴിക്കോട് കലായിൽ സിൽവർ ലൈനിനെതിരായ പ്രതിഷേധം തുടരുകയാണ്. കല്ലിടാനെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു.
കോഴിക്കോട് കല്ലായിയിൽ സിൽവർ ലൈനിനെതിരെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. കല്ലിടാനെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. ഇപ്പോഴും അവിടെ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ എസ് വിനേഷ് കുമാർ അവിടെ നിന്നും തത്സമയം ചേരുന്നു. വിനേഷ്, ഈ ഉദ്യോഗസ്ഥരെ തടഞ്ഞ സംഭവമുണ്ടായി. അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ മടങ്ങിയോ? പോലീസ് എന്താണ് ശ്രമിക്കുന്നത്? അശ്വതി, ഇപ്പോഴും ഇവിടെ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. അതായത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇന്ന് രാവിലെയാണ്, അതായത് 11 മണിയോട് കൂടിയാണ് സംഘം കല്ലിടാനെത്തിയത്. ഇത് നാട്ടുകാർ, പ്രദേശത്തുള്ള ആളുകൾ തടയുകയായിരുന്നു. തടഞ്ഞതിനെ തുടർന്ന് പോലീസുമായി ഇവിടെ ഉന്തും തള്ളുമുണ്ടായി. ബലം പ്രയോഗിച്ച് പോലീസ് ഇവിടെ കല്ല് സ്ഥാപിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. രാവിലെ മുതൽ തന്നെ വലിയ ആൾക്കൂട്ടം, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഇവിടെ നിന്ന് മാറ്റിയ ശേഷമാണ് ഇവിടെ കല്ല് സ്ഥാപിക്കുന്നത്. വലിയ തോതിൽ സ്ത്രീകൾ ഉൾപ്പെടെ വലിയ പ്രതിരോധം സൃഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ഇത് തടയും. പോലീസിന്റെ വൻതോതിൽ തന്നെ പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു. ആളുകളെ പ്രദേശത്ത് പ്രതിഷേധവുമായി എത്തിയ ആളുകളെക്കാൾ കൂടുതൽ പോലീസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. ആളുകളുടെ പ്രതിഷേധം വകവെക്കാതെ തന്നെയാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ പ്രദേശം കല്ലായി, കോഴിക്കോട് ഇപ്പം ഞാൻ നിൽക്കുന്ന കല്ലായി പ്രദേശം 2-3 സെന്റിൽ താമസിക്കുന്ന വളരെ സാധാരണക്കാരായ ജനങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവിടെ വായ്പയും മറ്റു സൗകര്യങ്ങളും ഒന്നും തന്നെ ഞങ്ങൾക്ക് ഭാവിയിൽ ലഭിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. കാരണം ഈ പ്രദേശത്ത്, അതായത് 2-3 സെന്റിലാണ് ഓരോ വീടുകളും ഉള്ളത്. വലിയ വീടുകളൊക്കെ അപൂർവം വീടുകൾ മാത്രമാണ് കാണാൻ കഴിയുന്നത്. ഇത് സ്ഥാപിച്ചിരിക്കുന്നത് ഇവിടെ ഒരു പഴയ ഒരു ഓട് വീടിന്റെ മുമ്പിലാണ്. ഇവിടെയുള്ള ആളുകളാണ് പ്രതിഷേധവുമായി രംഗത്ത് എത്തിയത്. ഒരു കാരണവശാലും ഇതുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നാണ് ആളുകൾ പറയുന്നത്. നമുക്ക് അനുവദിക്കാൻ പാടില്ലല്ലോ. ഇതെന്തിനു വേണ്ടിയിട്ടത്? ആർക്കും വേണ്ടിയിട്ടാ? ജനങ്ങൾക്ക് വേണ്ട. പിന്നെ സർക്കാർ ഇങ്ങനെ ബലം പിടിച്ചിട്ട് അടിച്ചേൽപ്പിട്ട് കാര്യമില്ലല്ലോ. ഉണ്ടോ? പോലീസ് ബലം പിടിച്ച് ഗിരിജനെ ഉദ്യോഗസ്ഥരുടെ കണ്ടുകള്. അത് വനിതാ പോലീസ് ആകെ 4 ആൾക്കാരിട്ടുള്ളൂ. ബാക്കി മേൽ പോലീസാണ് ഇവരെ തള്ളിയിട്ടത്. തെറ്റല്ലേ ചെയ്യുന്നത്? ജനങ്ങൾക്ക് വേണ്ട. പിന്നെ എന്തിനാണിത്? ജനങ്ങൾക്ക് വേണ്ട പ്രോജക്റ്റിന് സർക്കാരിന് ആവശ്യം. ഒക്കെ ലോക്കൽ ആൾക്കാരാണ്. താല്പര്യമില്ല. കേരളത്തിനോട് എതിർപ്പാണ്. ആർക്കും വേണ്ട. പൊതുജനങ്ങൾക്കും വേണ്ട. ആർക്ക് യാത്ര ചെയ്യാനാണിത്? സാധാരണക്കാരെ യാത്ര ചെയ്യില്ല. ആർക്ക് താല്പര്യമില്ല. എന്ത്? പോലീസ് ബലം പ്രയോഗിച്ചു തന്നെ. അത് ചിത്രങ്ങളുണ്ടല്ലോ. പോലീസ് ബലം പ്രയോഗിച്ചു തന്നെയാണ് ചെയ്തത്. മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനം സാധിച്ചു. ആളുകൾക്ക് പറയാനുള്ളത് ഇങ്ങനെയാണ്. അതായത് ഒരു കാരണവശാലും സിൽവർ ലൈൻ പദ്ധതി ഇതിലെ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് ആളുകൾ. കാരണം ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല, ആളുകൾക്കല്ലാതെ ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു പദ്ധതി ഇവിടെ നടപ്പാക്കേണ്ട ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത്. അശ്വതി, ഇപ്പോ ഇവരെ ആളുകളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ വാഹനത്തിൽ കയറ്റിയിട്ടുണ്ട്. ദൃശ്യങ്ങളാണ് ഇപ്പോൾ കോഴിക്കോട് കല്ലായിയിൽ വലിയ പ്രതിഷേധമാണ്. ഇപ്പോൾ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. സ്ത്രീകളെ അടക്കം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ. വിനേഷ് തുടരുന്നുണ്ട്. വിനേഷ്, ഇപ്പോഴും പോലീസ് അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടു അവിടെ പോലീസ് ബലം പ്രയോഗിച്ച് തന്നെ അവിടെ ഒരു കുറ്റി നാട്ടിക്കേറയിലിന്റെ. ഇനി അവിടെ എന്താണ് ബാക്കിയുള്ളത്? ഈ പോലീസ് ഇപ്പോഴും അവിടെ തുടരുന്നത് എന്തുകൊണ്ടാണ്? അശ്വതി, അതിനകത്ത് നമ്മൾ പറഞ്ഞതിൽ ചില പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഇവരെ അറസ്റ്റ് ചെയ്തല്ല കൊണ്ടുപോകുന്നത്. അതിൽ ഈ ബലം പ്രയോഗത്തിനിടയിൽ ഒരു കുട്ടി തളർന്നു വീണിരുന്നു. അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി പോലീസ് വണ്ടിയിൽ കൊണ്ടുപോവുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടി അല്ല എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള ബലപ്രയോഗം ഇവിടെ നടന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പോലീസ് ഇപ്പോഴും ഈ പ്രദേശത്ത് വൻതോതിൽ തന്നെ പോലീസ് സന്നാഹമുണ്ട്. ആളുകളെ പറഞ്ഞ് ഒരു കാരണവശാലും ഇതിന് പ്രതിഷേധവുമായി വരരുതെന്ന് കൃത്യമായ മുന്നറിയിപ്പുകൾ പോലീസ് കൊടുക്കുന്നുണ്ട്, ഭയപ്പെടുത്തുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്തായാലും കേരളയിൽ അധികൃതർ ഇവിടെ സ്ഥലത്ത് ഉണ്ട്. അവരെന്തായാലും ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കല്ല് നാട്ടുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകും എന്ന് തന്നെയാണ് പറയുന്നത്. ജനങ്ങളുടെ പ്രതിഷേധം വകവയ്ക്കാതെ തന്നെ ഇതുമായി പോകും. പക്ഷേ ഒരു കാരണവശാലും പദ്ധതി അനുവദിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് ആളുകൾ.
ആളുകൾ. നമുക്ക് അറിയാം, ഇവിടെ 2-3 സെന്റുകളിൽ വളരെ സാധാരണക്കാരായ ജനങ്ങളാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയും അവർക്കുണ്ട്. കാരണം അവരുടെ കിടപ്പാടവും അതുപോലെ തന്നെ ഭൂമി നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സമരം ഉണ്ടായിരിക്കുന്നത്. ഒരു തഹസീൽദാർ വന്നേക്കാ ഒരു പേപ്പറിൽ കല്ലിടാൻ വേണ്ടി, ജനങ്ങളുടെ നെഞ്ചത്ത് കല്ലിടാൻ വേണ്ടി, എന്നിട്ട് പാവം സ്ത്രീകളെ ചവിട്ടുക, ലാത്തി വെച്ച് കുത്തുക, തെമ്മാടിത്തരം കാണിക്കുക പോലീസ്. ജനമൈത്രി പോലീസ് എന്നാ പേര്. കാണിക്കുന്ന എന്താ കാണിക്കുന്നത്? കല്ലിടാൻ അനുവദിക്കില്ല, ഒരു കല്ല് പോലും അനുവദിക്കില്ല ഇവിടെ കേരളത്തിന്റെ മണ്ണില്. ഇവിടുത്തെ സ്ത്രീകൾ ഇവരൊക്കെ ഈ കടം മേടിച്ചാ വീടൊക്കെ വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഈ വീട് ബാങ്ക് ലോണുകളാ. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു നിമിഷം തല്ലി പൊളിക്കാം, മഞ്ഞക്കുറ്റിയിടാം, നിങ്ങൾക്ക് കൈക്കൂലി കിട്ടും. ലോക ബാങ്കിൽ നിന്നും ജിക്കയിൽ നിന്നൊക്കെ പാവപ്പെട്ട എവിടുന്ന് കിട്ടും? സ്ത്രീകളെ എന്റെ അമ്മേനെയാണ് തല്ലിയത്. എന്റെ അമ്മേനെയാണ് പെണ്ണുങ്ങളെ കുന്തി തല്ലിടുന്നത്. ഓരോ ഉന്തി തല്ലിട്ട് ഓരോ ഉന്തി തടയാൻ വന്നത് സ്ത്രീ പോലീസാ എന്താ അറിയാം. ബലപ്രയോഗത്തിനിടെ ചില പോലീസുകാർ സ്ത്രീകളെ ആക്രമിച്ചു എന്നുള്ളത് ഉൾപ്പെടെ പറയുന്നുണ്ട്. ഇതാ വീണ്ടും ഒരു സംഘർഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അശ്വതി, ഗേറ്റ് തള്ളി തുറന്ന് അകത്ത് വീടിന്റെ പറമ്പിലേക്ക് പോലീസ് തയ്യാറാവുന്നു. നിങ്ങൾ സ്റ്റേഷൻ കണ്ടോ ഇവിടെ അടയ്ക്കാൻ പാടില്ല. നിങ്ങൾ നെഞ്ചത്തടിച്ചല്ലേ എത്ര സ്ത്രീകളെ ബാധിച്ചിട്ടുണ്ടായി? എന്താണ് കാണിക്കുന്നത്? ജനമൈത്രി പോലീസ് നല്ല പേര് കിട്ടിയത്. കമ്മീഷൻ മേടിക്കാൻ വേണ്ടി കുറ്റിയിടുക, എന്നിട്ട് ചിക്കൻ ലോൺ എടുക്കുക. നാട്ടുകാരുടെ പള്ളയിലേ പോകുന്നത്. കൂടെ നിൽക്കാൻ കുറെ പോലീസായിരുന്നു. നാട്ടുകാരുടെ പൈസ മേടിച്ച് ശമ്പളം മേടിക്കുന്ന പോലീസുകാർ. നാടല്ലേ ഞങ്ങൾക്ക്? ഉള്ളത് പറയണം സാറേ, ഉള്ളത് പറയണം. എന്റെ നെഞ്ചത്തടിച്ചത് എവരൊക്കെ ഇടിച്ച എന്റെ നെഞ്ചത്താ. എന്റെ തള്ള എന്റെ ഭക്ഷണം നടത്തിയെന്ന് വല്ല പോലീസാണ് വേണ്ടിയുള്ളവനല്ല. പറയണം, ജനങ്ങൾ പറയണം. ആരാണ് കുട്ടികളൊക്കെ തന്നെ അധികാരം ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഇവിടുത്തെ മുന്നോട്ടേക്ക് നിങ്ങൾ വണ്ടിയിലേക്ക് കയറാം. സംസാരിക്കുമ്പോൾ ഞാൻ ഒരാളെ മറുപടി എനിക്ക് പറ്റില്ല. ഞാൻ വളരെ സുഖമായിട്ട് തന്നു, സൗഹാർദ്ദപരമായിട്ട് സംസാരിച്ചു. പിന്നെ ഞങ്ങൾ എടുക്കുന്നത് ഞങ്ങളുടെ ഡ്യൂട്ടി ലീഗലായിട്ട് ഞങ്ങളുടെ
Shown special respect. This is clear for police, for everybody. So there might have been something, and I'm sure if something has happened, then necessary to amend the situation, they will take the action. Thank you. Well, but even if you come to the conclusion that there is serious violation, we also have another rule, and that is due process of law. You don't take action immediately. You have to follow the due process of law. That is also essential in a democracy. രാവിലെ മുതലേ ഞങ്ങളെ കൊണ്ടുപോകുള്ളൂ. അത് പ്രതിഷേധിച്ചു അങ്ങനെ പറയണ്ട. പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് കല്ലായിയിൽ സിൽവർ ലൈനിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇപ്പോഴും അവിടെ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. പോലീസിനെതിരെ നാട്ടുകാർ വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയാണ്. അതിനിടെ അവിടെ പരിക്കുപറ്റിയവരെ പോലീസ് വാഹനത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കല്ലിടാനെത്തിയ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. ഇപ്പോഴും സംഘർഷാവസ്ഥ സ്ഥലത്ത് നിലനിൽക്കുകയാണ്.